ഇറാനിലെ ജനകീയ പ്രക്ഷോഭം വലിയ തോതിൽ ഉയരുകയാണ്. മരണനിരക്ക് ഉയരുന്നു. അങ്ങനെ ആകെ മൊത്തം ഇറാൻ കലുഷിതാവസ്ഥയിൽ തന്നെയാണ്. ആയത്തുള്ള അലി ഖമനേയുടെ ചിത്രങ്ങളൊക്കെ കത്തിച്ചുകൊണ്ട് സ്ത്രീകൾ ആഘോഷിക്കുകയാണ്. ഇവിടെ യു എസ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്യുമെന്ന്. അതിന് ഇറാൻ തിരിച്ചു നൽകിയ മറുപടി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ എയർബേസുകളെയും യു എസിനെയും ഞങ്ങളെ അറ്റാക്ക് ചെയ്താൽ മറുപടി നൽകുമെന്നുള്ളതാണ്. പക്ഷെ ഇപ്പം ചില റിപ്പോർട്ടുകൾ വരുന്നത് ഇതൊന്നുമല്ല ഇറാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇറാൻ നേരെ പാകിസ്ഥാനിൽ പോയിട്ട് പാകിസ്ഥാനെ ഉള്ള ചില ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള ഒരു കാരണം? ആക്രമിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറാന് വളരെ കൃത്യമായ രീതിയിൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ അമേരിക്കൻ താവളങ്ങൾ ഇറാൻ ആക്രമിക്കും. അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് പാകിസ്ഥാനിലെ ഈ അമേരിക്കൻ താവളങ്ങൾ ഇറാന്റെ ഏറ്റവും അടുത്തുള്ള അമേരിക്കൻ താവളങ്ങളാണ്. ഇപ്പോൾ ഗൾഫില്, അതായത് സൗദി അറേബ്യയിലോ ഇസ്രായേലിലോ ഉള്ള അമേരിക്കൻ താവളങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് 2000 കിലോമീറ്ററോ അല്ലെ അതിലധികമോ ഒക്കെ ദൂരത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇറാന്റെ കയ്യിൽ ഈ പ്രിസിഷനോ ഗൈഡഡ് മ്യൂണിഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള ആയുധങ്ങളൊന്നുമില്ല. ഈ പഴയ കാലത്തെ റഷ്യൻ ആയുധങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആയുധങ്ങളുണ്ട്, മിസൈലുകളും ഒക്കെ ഉണ്ട്. അത് ഇപ്പം എന്താണ് പിന്നെ വയറ്റിലോട്ട് ലക്ഷ്യം വെച്ചാൽ ചിലപ്പോൾ അങ്ങ് പാലാരിവട്ടത്ത് പോയി വീഴും. പാലാരിവട്ടം ലക്ഷ്യം വെച്ചാൽ അതങ്ങ് കല്ലൂർ സ്റ്റേഡിയത്തിൽ വന്ന് വീഴും. ആ രീതിയിലുള്ള ആയുധങ്ങളാണുള്ളത്. അതിന് പ്രിസിഷൻ ഇല്ല. ഒരു 10 എണ്ണം വിട്ടാൽ 2 എണ്ണം ആയിരിക്കും പ്രിസൈസ് ആയിട്ട് വരുന്നത്. ഇപ്പൊ പക്ഷെ അങ്ങനെ അല്ല. ആധുനിക യുദ്ധം എല്ലാം മാറിയിരിക്കുകയാണ്. പ്രിസിഷൻ ഗൈഡഡ് വെപ്പൺസ് എന്ന് പറയുന്നത് മിഡ് കോഴ്സ് കറക്ഷൻ, 2 വേ ഡേറ്റ ലിങ്ക് ഒക്കെ ഉണ്ട്. അതായത് മിസൈൽ പോകുന്ന വഴിയിൽ അതിനെ കൺട്രോൾ റൂമിൽ നിരീക്ഷിച്ചിട്ട് അത് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും അതിനെ. പക്ഷെ ഇത് അത്തരം ആയുധങ്ങളൊന്നും പ്രിസിഷൻ വെപ്പൺസ് ഒന്നും ഇറാനില്ല. ഇത് കാരണം ഗൾഫിലെയോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും അടുത്തുള്ളത് ഖത്തറാണ്. ആ ഖത്തറിലെയോ അല്ലെ അബുദാബിയിലെയോ ഒക്കെ കേന്ദ്രങ്ങൾ പോലും അത്ര എളുപ്പമല്ല. അപ്പോൾ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ താവളം പാകിസ്ഥാനിലാണ്. ഇപ്പം ഉദാഹരണത്തിന് ബലൂചിസ്ഥാനിലെ അമേരിക്കയുടെ സമാംഗലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള അമേരിക്കയുടെ എയർബേസ് ഉണ്ട്. നിരവധി US വിമാനങ്ങൾ, ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ, അമേരിക്കൻ സൈനികരൊക്കെ അവിടെ ഉണ്ട്. അത് ആക്രമിക്കും എന്ന് വളരെ കൃത്യമായ ഭാഷയിൽ ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്ഥലം ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും പാകിസ്ഥാനെ ആക്രമിക്കും. അതായത് US സംബന്ധിച്ച് ഉള്ള വേറൊരു കാര്യം, ഒരു പ്രതിസന്ധി, ഇറാനെ ഏറ്റവും ഭംഗിയായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ പലരുടെയും ധാരണ അത് പാകിസ്ഥാനിലെ ഒരു പ്രോവിൻസ് ആണെന്ന്. അങ്ങനെയല്ല. ബലൂചിസ്ഥാൻ 3 രാഷ്ട്രങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രവിശ്യയാണ്. അതായത് അഫ്ഗാനിസ്ഥാനിലെ, ഇറാനിലെ, പാകിസ്ഥാൻ. അപ്പം ഈ ഇറാനിലെ ബലൂചിസ്ഥാൻ പ്രോവിൻസിലാണ് നമ്മുടെ ചബാർ എന്ന് പറയുന്ന തുറമുഖമൊക്കെ ഉള്ളത്. അപ്പൊ ഇറാനെ നിയന്ത്രിക്കാൻ ഏറ്റവും എളുപ്പം പാകിസ്ഥാനിൽ നിന്നാണ്. അങ്ങനെയുള്ള സമയത്ത് പാകിസ്ഥാനിലെ താവളങ്ങൾ ഇറാനെതിരെ ഉപയോഗപ്പെടുത്താതിരിക്കാൻ അമേരിക്കയ്ക്ക് സാധ്യമല്ല. പാകിസ്ഥാനിലെ താവളങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും നേരിട്ട് അവിടെ നിന്ന് വിമാനങ്ങൾ ആക്രമിക്കാനായിട്ട് ഫൈറ്റർ ജെറ്റുകൾ വരുന്നില്ലെങ്കിലും റെക്കോണിസൻസ് എന്ന് പറയുന്ന സർവെയിലൻസ് റെക്കോണിസൻസ് എന്നൊക്കെ പറയുന്ന, അതായത് നിരീക്ഷണം നടത്തുന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ സ്ഥാപിച്ച റഡാറുകളിൽ നിന്നായിരിക്കും. ഈ റഡാറുകൾ ഉൾപ്പെടെയുള്ള സെൻസറുകൾ ഇതിനെല്ലാം ഇറാൻ ആക്രമിക്കും എന്ന് ഇറാൻ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്ന് അസീം മുനീർ ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാന്റെ സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇനി മറ്റൊരു കാര്യം, കൃത്യമായിട്ട് ഇറാൻ പറഞ്ഞിട്ടുണ്ട്, താങ്കൾ ആക്രമിക്കാൻ പോകുന്ന വിമാനത്താവളങ്ങളോ എയർഫീൽഡുകളോ എന്തൊക്കെയാണെന്ന്. അതായത് ഷംസി, മസ്റൂർ എന്നിവ കറാച്ചിക്ക് അടുത്തുള്ളതാണ്. റഫീഖി, അതുപോലെ അത് പഞ്ചാബിലാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിമാനത്താവളങ്ങളുണ്ട്, മുറീദ് കൈം, നൂർഖാൻ. ഇത് രണ്ടും പഞ്ചാബ് പ്രവിശ്യയിലാണ്. ഈ 2 കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം, അതായത് പാകിസ്ഥാനിലെ ഈ വ്യോമത്താവളങ്ങളാകട്ടെ, അതുപോലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളാകട്ടെ, ഇതെല്ലാം തന്നെ ഇറാനിൽ നിന്നും ഏതാണ്ട് 1200 തൊട്ട് 1700 കിലോമീറ്റർ വരെ മാത്രം
എന്നുള്ളതാണ്. അതായത് മറ്റേത് അമേരിക്കൻ താവളത്തെ ആക്രമിക്കുന്നതിനും വളരെ എളുപ്പമാണ് ഇവയെ ആക്രമിക്കുന്നത്. അത് കാരണം അത് കുറഞ്ഞ ദൂരത്തേക്ക് ഒരു മിസൈൽ ആക്രമണം നടത്തിയാൽ അത് മിസൈൽ ലക്ഷ്യം തെറ്റാനുള്ള സാധ്യതയും കുറവായിരിക്കും. പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻ അല്ലെങ്കിലും ഈ മിസൈല് ലക്ഷ്യം തെറ്റാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ഇത് ആക്രമിക്കുമെന്ന് കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നൂർഖാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ബേസ് പാകിസ്ഥാന്റെ അണുവായുധങ്ങൾ സൂക്ഷിക്കുന്ന ബേസുമാണ്. സ്വാഭാവികമായിട്ടും നൂർഖാനെതിരെ ഇറാന്റെ ആക്രമണം ഉണ്ടായാൽ അമേരിക്കയുടെ നിശ്ചയമായിട്ടും അതിൽ ഒരു 10 മിസൈൽ വിട്ടാൽ 2 മിസൈലെങ്കിലും ലക്ഷ്യം തെറ്റി ഈ അമേരിക്ക പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന സെല്ലറുകളിലേക്ക് പോകും, സംശയം വേണ്ട. അപ്പം പാകിസ്ഥാനെ ഈ ഒരു പേടിയിലാണ് ഇറാനെ അമേരിക്ക ആക്രമിക്കാത്തത്. അതായത് പാകിസ്ഥാനെ ഇറാൻ ആക്രമിച്ചാൽ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾക്ക് മേലെ ആക്രമണം ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് ഈ പാകിസ്ഥാന്റെ എയർബേസുകളുടെയും അമേരിക്കൻ എയർബേസുകളുടെയും അതുപോലെ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബേസുകളുടെയും ഒക്കെ കോർഡിനേറ്റ്സ്, ലൊക്കേഷൻ കോർഡിനേറ്റ്സ് ഇപ്പൊ കൃത്യമായിട്ട് ഇന്ത്യയുടെ കൈവശമുണ്ട്. ഈ ലൊക്കേഷൻ കോർഡിനേറ്റ്സ് ഇന്ത്യ നിശ്ചയമായിട്ടും ഇറാന് ഷെയർ ചെയ്താൽ പാകിസ്ഥാൻ അതോടുകൂടി വലിയ ദുരന്തത്തിലേക്ക് പോകും. കാരണം ഒരു ഗത്യന്തരവും ഇല്ലാതെ നിൽക്കുകയാണ് ഖമേനിമാർ. അവര് ന്യൂക്ലിയർ ആയുധങ്ങളിൽ ന്യൂക്ലിയർ ആയുധം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവർ. ആ ന്യൂക്ലിയർ ആയുധങ്ങൾ കേന്ദ്രത്തിലോട്ട് ഒരു ബലിസ്റ്റിക് മിസൈൽ വിട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ യുദ്ധം ഗതിവിഗതികൾ മാറും. ട്രംപ് ഉൾപ്പെടെയുള്ളവരുടെ ഭാവി പിന്നെ ഈ യുദ്ധമായിരിക്കും നിയന്ത്രിക്കുന്നത്. അതായത് ട്രംപിനെ പോലും നിയന്ത്രിക്കാനുള്ള ഏറ്റവും വലിയൊരു ശക്തമായ ആയുധമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ ഇല്ലാതാക്കിയാൽ, പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾക്ക് മേൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ വിട്ടാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ അമേരിക്കൻ ആക്രമണം അതോടുകൂടി അമേരിക്ക നിർത്തും. കാരണം അതൊരു ലോക മഹായുദ്ധമായിട്ട് മാറും. ചൈന ഇടപെടും, റഷ്യ ഇടപെടും. സ്വാഭാവികമായിട്ടും അത്തരം ഒരു നീക്കത്തിലേക്ക് ഇറാന്റെ കയ്യിലുള്ള ഏറ്റവും കരുത്തുള്ള ഒരു ആയുധമാണ്. അത് ഇറാൻ ഉപയോഗിച്ചില്ലെങ്കിൽ ഇറാനികൾ മണ്ടന്മാരാണ്. ആ ഒരൊറ്റ ആയുധം കൊണ്ട് ഇറാന് വിറപ്പിക്കാം ഖമേനിമാർക്ക്. ഇതാണ് ഇറാൻ ഇപ്പോൾ പരസ്യമായിട്ട് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ഈ ലക്ഷ്യങ്ങളെ, ഈ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കും എന്ന് വളരെ കൃത്യമായിട്ട് ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇറാന്റെ കൈവശം വീണ് കിട്ടിയ ഒരു ദിവ്യ അസ്ത്രമാണ്. കാരണം ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഉപയോഗിക്കാതെ അമേരിക്കയ്ക്ക് ഇറാനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിരീക്ഷണം നടത്തണമെങ്കിൽ ഈ പാകിസ്ഥാനിലുള്ള താവളങ്ങൾ, വ്യോമത്താവളങ്ങൾ, അതുപോലെ റീഫ്യൂവലിങ്, അതുപോലെ ഡ്രോണുകൾ, ഇപ്പം ഫൈറ്റർ ജെറ്റുകൾ അവിടെ നിന്ന് പറന്നു ഉയരുന്നില്ല എന്നിരിക്കട്ടെ, എന്നിരുന്നാലും ഡ്രോണും നിരീക്ഷണ വിമാനങ്ങളും അതുപോലെ റീഫ്യൂവലിംഗ് വിമാനങ്ങളും അതുപോലെ റഡാർ ഘടിപ്പിച്ചിട്ടുള്ള അവാക്സ് വിമാനങ്ങളും എല്ലാം തന്നെ ബലൂചിസ്ഥാനിലെ ബേസസ് ഉപയോഗിക്കാതിരിക്കാൻ അമേരിക്കയ്ക്ക് പറ്റില്ല. കാരണം അഫ്ഗാനിസ്ഥാൻ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മറ്റേത് രാജ്യമാണ് അടുത്തുള്ളത്? പിന്നെ ഇറാഖാണുള്ളത്. ഇറാഖിലും ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ. കാരണം ഇറാഖിൽ വിവിധ ഗ്രൂപ്പുകളാണ്. അവിടെ അവരൊക്കെ തന്നെ അമേരിക്ക ആക്രമിച്ചെന്നിരിക്കുക. പാകിസ്ഥാനാണ് ഏറ്റവും സുരക്ഷിതം. പാകിസ്ഥാനിൽ ഓൾറെഡി ഇതെല്ലാം പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ഈ അവാക്സ് വിമാനങ്ങൾ, റീഫ്യൂവലിംഗ് വിമാനങ്ങൾ, അതുപോലെ റെക്കോണിസൻസ് ISR ഡ്രോണുകൾ, ഫൈറ്റർ ജെറ്റ് എല്ലാം പാകിസ്ഥാൻ വിമാനത്താവളങ്ങൾ ഹാങ്ങറുകൾ കിടപ്പുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ഉപയോഗിക്കാതിരുന്നാൽ അമേരിക്കയ്ക്ക് യുദ്ധത്തിൽ നേട്ടം ഉണ്ടാക്കാനും പറ്റില്ല. ഈ ഒരു പ്രതിസന്ധി ഇറാൻ ഭംഗിയായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഇറാനിലെ ജനകീയ പ്രക്ഷോഭം അതിശക്തമാവുകയാണെങ്കിൽ ഖമേനിയുടെ കാര്യം കഷ്ടമാവുകയും ചെയ്യും. കാരണം ജനകീയ പ്രക്ഷോഭം കാരണം ഇന്ന് അവർ ഏറ്റവും ഒടുവിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൽ ഇന്ത്യക്ക് ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു റോളുണ്ട്. അത് കാരണം ഈ പ്രക്ഷോഭകാരികൾ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട് തങ്ങൾ അധികാരത്തിൽ വരുകയാണെങ്കിലും തങ്ങൾ ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കില്ല എന്ന് ഉറപ്പ് ഇന്ത്യക്ക് ഇന്ന് അവരുടെ ഒരു നേതാവ് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതൊരു ധർമ്മസങ്കടത്തിലാണ് ഇറാന്. അതുപോലെ പാകിസ്ഥാനാണ് ഇതിൽ ഏറ്റവും ഒരു സങ്കടത്തിൽ നിൽക്കുന്നത്. കാരണം അമേരിക്കയെ തള്ളാനും പറ്റത്തില്ല, അമേരിക്കയെ കൊള്ളാനും പറ്റത്തില്ല. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താം.